Nice only. Yeah, the എങ്ങനെയുണ്ട്? ഷോപ്പിംഗ് മാൻ. അടുത്ത എങ്ങോട്ടാ? ഹലോ ഗായ്സ്, ഇന്നത്തേത് ഞങ്ങളുടേത് ഒരു ഷോപ്പിംഗ് വ്ളോഗ് ആയിരിക്കും. ഞങ്ങളുടെ ചാനലിൽ ആദ്യമായിട്ടായിരിക്കും ഷോപ്പിംഗ് വ്ളോഗ് കാണിക്കുന്നത്. പക്ഷെ സാധാരണഗതിയിൽ നിങ്ങൾ വേറെ ആൾക്കാരുടെ യൂട്യൂബ് ചാനൽ കാണുന്നത് പോലത്തെ ഒരു ഷോപ്പിംഗ് വ്ളോഗ് ആയിരിക്കില്ല. കാരണം ദിസ് ഇസ് എ വെരി സ്മോൾ ഷോപ്പിംഗ്. പിന്നെ ഷോപ്പിംഗ് വ്ളോഗ് എടുക്കുന്നതിനൊക്കെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉള്ള ഒരു കൺട്രി ആണല്ലോ ഞങ്ങൾ നിൽക്കുന്നത്. സോ ഞങ്ങളാൽ പറ്റുന്ന രീതിയിൽ കുഞ്ഞു കുഞ്ഞു ക്ലിപ്പിംഗ്സ് ആയിട്ടൊക്കെ കാണിച്ചു തരാം. ഷോപ്പിങ്ങിന് പോകുന്നത് ഇവിടുത്തെ ഏറ്റവും ലാർജസ്റ്റ് മോളായ ദ അവന്യൂസ് മോളിലാണ്. അപ്പം അവന്യൂസ് മോളിലെ കുറച്ച് എന്താ പറയുക കാഴ്ചകളൊക്കെ അല്ലെ കാണിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ഡൈനിങ് ആണ്. ഒരു റഷ്യൻ റെസ്റ്റോറന്റിൽ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതെ, അത് ഈ റഷ്യൻ റെസ്റ്റോറന്റ് കുവൈറ്റിലെ ദ വൺ ആൻഡ് ഓൺലി റഷ്യൻ റെസ്റ്റോറന്റ് ആണ് തോന്നുന്നു അല്ലേ എന്ന് തോന്നുന്നു. അതല്ല അത് വേറെ റഷ്യൻ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ. അപ്പൊ പ്ലാൻ ഒക്കെ നടപ്പിലാണെന്ന് വിചാരിക്കുന്നു. ലെറ്റ്സ് സീ വാട്ട് വി ക്യാൻ. ഫോൺ ഓഫ് ആയി പോയി ഗൈസ്. നമ്മളിപ്പോൾ അവന്യൂസ് മോളിന്റെ ഫ്രണ്ടിലൂടെയാണ് പോകുന്നത്. പേർഷ്യൻ ഗൾഫ് റീജിയനിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഷോപ്പിംഗ് മോൾ ആണിത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കൺസിഡർഡ് ടു ബി വൺ ഓഫ് ദി ലാർജസ്റ്റ് ഷോപ്പിംഗ് മോൾസ് ഇൻ ദ വേൾഡ്. 12 lakh square meters ആണ് ഇതിന്റെ ടോട്ടൽ ഏരിയ. 1400+ സ്റ്റോർസ് ആൻഡ് 17,000 കാർസിന് പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇവിടെയുണ്ട്. നമ്മളിപ്പോൾ അവന്യൂസ് മോളിന്റെ പാർക്കിംഗ് ലോട്ടിലേക്കാണ് പോകുന്നത്. അവന്യൂസ് മോളിന്റെ അകത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അത്യാവശ്യം കുറച്ച് ആളും തിരക്കും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. ആദ്യം തന്നെ അമേരിക്കൻ ഈഗിളിൽ കയറാമെന്ന് വെച്ചു. അവിടെ അന്ന് 40% ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. ഏട്ടന്റെ ട്രയൽസിന് ശേഷം 1-2 ടീഷർട്ട്സും പാൻസും ഒക്കെ എടുത്തു. ഷോപ്പിംഗ് മാൻ. അടുത്ത എങ്ങോട്ടാ? സാറ. ഓക്കെ. സാറയിൽ യൂഷ്വലി ഷൂട്ടിംഗ് അലൗഡ് അല്ല. സോ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ കുറച്ച് വെറൈറ്റി ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതെങ്ങനെയുണ്ട്? അടുത്തത് ഞങ്ങൾ H&Mലേക്കാണ് പോകുന്നത്. H&Mൽ ഒത്തിരി ഫ്ലോറൽ പ്രിന്റ്സ് ഉണ്ടായിരുന്നു. സമ്മർ കളക്ഷൻ ഒക്കെ അടിപൊളിയായിരുന്നു. Good. ഏട്ടൻ ഷെയ്ഡ്സ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഫൈനലി റേബാന്റെ ക്ലബ് മാസ്റ്റർ മോഡലിൽ കണ്ണുടക്കി. yeah, the big one is better than you. ഒട്ടും വൈകാതെ പോക്കറ്റും കാലിയായി. ഇതാണ് ഇവിടുത്തെ ദ ചീസ് കേക്ക് ഫാക്ടറി. ഇതിനെപ്പറ്റി പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലല്ലോ അല്ലേ? ഞങ്ങൾ ഇവിടുത്തെ ഫുഡിന്റെ ഓൾ ടൈം ഫാൻസ് ആണ്. ഒരുവിധം എല്ലാ ഷോപ്സിലും അന്ന് ഈദ് ഡിസ്കൗണ്ട് സെയിൽസ് നടക്കുകയായിരുന്നു.
അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാനുള്ള തിരക്കിലാണ്. അങ്ങനെ ഒരു കുട്ടി പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എവിടെയാന്നുള്ളത് അവിടെ എത്തിയിട്ട് പറയും. ഇതാണ് ഞങ്ങൾ പറഞ്ഞ ആ ഒരു റഷ്യൻ റെസ്റ്റോറൻറ്റ് മാഷ. മാഷ എന്ന റഷ്യൻ നെയിമിന്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇറ്റ്സ് ജസ്റ്റ് എ നെയിം എന്നാണ് അവർ പറഞ്ഞത്. ഈ റെസ്റ്റോറൻറ്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് സാൽമിയ ബാഗ്ദാദ് സ്ട്രീറ്റിലാണ്. റഷ്യൻ റെസ്റ്റോറൻറ്റ് ആയിരുന്നത് കൊണ്ട് തന്നെ ഒരു റഷ്യൻ ആംബിയൻസ് ആണ് അവിടെ മൊത്തം ഉണ്ടായിരുന്നത്. ഒത്തിരി മാട്രിയോഷ്ക ഡോൾസ് കളക്ഷൻ ഞങ്ങൾ അവിടെ കണ്ടു. ഇതായിരുന്നു ഞങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്തിരുന്ന സ്പേസ്. ഒരു കോർണറിലായിരുന്നു ഞങ്ങൾ ഇരുന്നത്. This one? Ninja cake? Yeah, this one. Yeah, it's with the chocolate cake on the side with chocolate, yes. And what is called? It's a juice made from the dry. ഇതാണ് കോംപോട്ട് ഡ്രിങ്ക്. ഇതൊരു ബെറി ജ്യൂസ് ആണ്. ഒട്ടും ഷുഗറി അല്ല. സമ്മറിലേക്ക് പറ്റിയ ഒരു റിഫ്രഷിംഗ് ഡ്രിങ്ക് ആണിത്. എന്തായിരുന്നു കോംപോട്ട് അല്ലേ? It's berry juice. Yeah. അങ്ങനെയുണ്ട്. കൊള്ളാം. ഇത് കോംപ്ലിമെന്ററി സംഭവം. അതിന്റെ പേര് നമുക്ക് അറിയത്തില്ല. ഒരു ഡോണറ്റ് ടൈപ്പ് ആണെന്നാ പറഞ്ഞത്. കണ്ടപ്പം നമ്മൾ കുറച്ച് എന്താ ക്രഞ്ചി അങ്ങനെ ഒരു ടെക്സ്ചറാണെന്ന് വിചാരിച്ചത്. പക്ഷെ ഭയങ്കര സോഫ്റ്റ് അതാണ്. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് കണ്ടപ്പോൾ എനിക്ക് എന്താ പറയുക, നമ്മുടെ ജോർജിയയിൽ പോയപ്പോൾ കിങ്കാലി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കഴിച്ചില്ലേ, അതേ ഡംപ്ലിംഗ് ആണ്. സോ ഡേവിഡിനെയാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഓർമ്മ വരുന്നത്. ഡേവിഡാണ് ഞങ്ങൾക്ക് കിങ്കാലി ഇങ്ങനെ കഴിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞാൽ ലൈക്ക് ദിസ്. ഇതിൻ്റെ സോസ് ഇങ്ങനെ ഇതാക്കിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഞങ്ങൾക്കിങ്ങനെ വലിച്ച് ഇതിൻ്റെ അതിൻ്റെ ആ ഒരു എസൻസ് എടുത്ത് കുടിക്കണം എന്ന് പറയാം. സോ ഇതും നമുക്ക് അങ്ങനെ കഴിച്ചു നോക്കാം അല്ലേ? ഓക്കെ. അത് പക്ഷെ ബ്രോത്തിനകത്തായിരുന്നു. ഇതിന് ബ്രോത്ത് ഇല്ല. ഓ, ഇതങ്ങനെ വലിച്ച് കുടിക്കുന്നില്ല കേട്ടോ. ഇത് നമ്മുടെ നോർമൽ മോമോസ് പോലെയാണ്. ഞാൻ കരുതിയത് അത് കിങ്കാലി പോലെയാണ്. പക്ഷെ ബ്രോത്തിലുള്ളതുണ്ട് അല്ലേ? ഇത് തന്നെ ബ്രോത്തിലിട്ടാൽ അങ്ങനെ ആവുമായിരിക്കും. അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. സോ കച്ചാപ്പൂരി കണ്ടപ്പം ഏട്ടൻ എന്തെങ്കിലും ഓർമ്മകൾ? ജോർജിയൻ മെമ്മറീസ്. അതെ, ജോർജിയയില് ഇത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കച്ചാപ്പൂരി ഉണ്ട് അവിടെ. ഇത് അതിൽ അജാറുളി കച്ചാപ്പൂരിയാണ്. അവിടെ ഓരോ ഇപ്പൊ നമ്മുടെ ട്രിവാൻഡ്രം, കാലിക്കറ്റ് അങ്ങനെ പറയുന്നത് പോലെ ഓരോ ഏരിയയ്ക്കും ഓരോരോ കച്ചാപ്പൂരി ഉണ്ട്, ഓരോ സ്റ്റൈലില്. ഇത് ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷെ ഇതായിരുന്നു അതിൽ ബെസ്റ്റ് നമ്മൾ കഴിച്ചപ്പോൾ. ശരിയാ, നമ്മൾ വീണ്ടും അത് ഓർഡർ ചെയ്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ? കിങ്കാലിയും ആചാരുള്ളിയും ഈ രണ്ട് സാധനം നമ്മൾ. പിന്നെ അവിടുത്തെ കുറെ വൈൻസും അടിപൊളിയാണ്. ഇവിടെ ഈ വൈൻസ് ഒന്നും അവൈലബിൾ അല്ല കുവൈറ്റില്. സോ അതിന് പകരം നമ്മളിത് ഈ ഒരു ഡ്രിങ്കും ഓപ്റ്റ് ചെയ്തു. അതും നല്ല അടിപൊളി ടേസ്റ്റില്. ഇതിന്റെ പേര് കോംപോട്ട്. പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നത്.
പക്ഷെ ഈ ജോർജിയൻസിന് റഷ്യൻ ഇൻഫ്ലുവൻസ് കൂടുതലുണ്ട് അല്ലേ? അത് അടുത്തല്ലേ, കൺട്രി അടുത്തായതുകൊണ്ട്. ഇതിന്റെ ടേസ്റ്റും കൊള്ളാം അല്ലേ? ഈ നമ്മൾ അവിടെ കഴിച്ച അതേ ഫ്ലേവർ ഒക്കെ തന്നെയാണ് അല്ലേ? പക്ഷെ ഇത് കൊള്ളാം, ഇത് നല്ലതായിട്ടുണ്ട്. പക്ഷെ അവിടെ കഴിച്ചപ്പോ അവിടെ എനിക്കൊന്ന് വൈനോ ജിന്നോ എന്തോ ഒരു സംഭവം ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സ്ട്രാ ഫ്ലേവർ അല്ലേ? ആ ഒരു ഫ്ലേവർ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അതില്ല, ബാക്കിയെല്ലാം കറക്റ്റാ. പക്ഷെ അവിടെ അത് വേണം അല്ലേ? ജോർജിയയിൽ അന്ന് ആ സ്നോന്റെ ഇടയിൽ നിന്നാണ് നമ്മളത് കഴിച്ചത്. അപ്പം എന്നുവെച്ചാ ഭയങ്കര തണുപ്പിന്റെ ഇടയിൽ ഈ ഒരു എന്താ പറയാ ഇങ്ങനത്തെ ഈ നമ്മൾ അങ്ങനത്തെ ഈ വൈനും അല്ലെങ്കിൽ എന്താ പറയാ ഇങ്ങനത്തെ ഡ്രിങ്ക്സ് ഒക്കെ അടിച്ചു പോകും, അത്രയും തണുപ്പായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ അങ്ങനെ വരുമ്പോ നമ്മൾ അത്ര അറിയില്ല അല്ലേ ആ ഒരു സംഭവങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള. ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ ബെൽജിയം മെമ്മറീസ് ആണ്. ബെൽജിയത്തിൽ നിന്ന് ഞങ്ങൾ അടിപൊളി ക്രേപ്പ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇതേപോലെ തന്നെ അല്ലേ, ഇങ്ങനത്തെ സ്ട്രോബെറിയും ഇങ്ങനത്തെ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടുള്ള അത് അടിപൊളി ടേസ്റ്റ് ആണ്. ഇനി ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കാം അല്ലേ? ആക്ച്വലി റഷ്യൻസിന്റെ ഫ്ലേവേഴ്സ് മൊത്തം കുറെ ജോർജിയൻ ടൈപ്പും കുറെ ബെൽജിയം ടൈപ്പും ആണോ എനിക്കറിയില്ല. ആണെന്ന് തോന്നുന്നു, എല്ലാം അടുത്തടുത്ത കൺട്രീസ് ആണല്ലോ. കുറെ യൂറോപ്യൻ ഇൻഫ്ലുവൻസ് ഉള്ള പോലെ അല്ലേ? ട്രൈ. ഇതിങ്ങനെയാണോ? ഇങ്ങനെ എടുക്കാനോ? എന്റെ ഫേസ് കാണുമ്പോൾ മനസ്സിലാവും. ഏട്ടൻ കഴിക്കും. ഓഫ് ചെയ്തോ? ഇത് രണ്ട് ഇതുണ്ട്, അല്ലെങ്കിൽ ചോക്ലേറ്റ് അല്ലെങ്കിൽ ഹണി ഓർക്കിയ. നമ്മൾ ചോക്ലേറ്റ് ഓർക്കിയല്ല, ചോക്ലേറ്റ് സോസ് ഡിപ്പ് ചെയ്തിട്ട് കഴിയും. ഓക്കെ. ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തെത്തി. നല്ല അടിപൊളി ഫുഡായിരുന്നു. എന്താ പറയുക, റഷ്യൻ റെസ്റ്റോറൻറ്റിലാണ് പോയതെങ്കിലും ഞങ്ങൾ അവിടെ ചെന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ കുറേ ജോർജിയൻ മെമ്മറീസും ബെൽജിയം മെമ്മറീസും ഒക്കെ വന്നു അല്ലേ? സത്യം പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കും അതല്ലേ, നമുക്ക് രണ്ടുപേർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നന്നായിട്ട് എൻജോയ് ചെയ്തു. ഭയങ്കര ഫ്ലേവർഫുള്ളായിരുന്നു. പിന്നെ അവിടുത്തെ സർവീസ് ആണെങ്കിലും പറയാതെ വയ്യ, അവർ നല്ല രീതിയിലാണ് നമ്മളെ ട്രീറ്റ് ചെയ്തത്. സോ വി എൻജോയ് റിയലി വെൽ അല്ലേ? നല്ലൊരു ചെറിയ റെസ്റ്റോറൻ്റ് ആണ്, ഭയങ്കര വലുതൊന്നുമല്ല, ചെറിയൊരു കുട്ടി റെസ്റ്റോറൻ്റ് ആണ്. പിന്നെ തോന്നുന്നത് പോയിട്ടുള്ള ഒരു ഒതന്റിക് റഷ്യൻ റെസ്റ്റോറൻ്റ് ആണെന്നാണ് തോന്നുന്നത്. വേറെ ഉണ്ടോയെന്ന് നമുക്ക് അറിയത്തില്ല, ഞങ്ങൾ നോക്കിയിട്ടൊന്നും കണ്ടില്ല. അപ്പം ഒതന്റിക് റഷ്യൻ ഫുഡ് ഇഷ്ടമുള്ള ആളുകൾക്ക് അവിടെ പോയി ട്രൈ ചെയ്യാവുന്നതാണ്. നല്ലൊരു സ്പേസ് ആണ്, കൊള്ളാം. അതല്ല, ഇനി ഇവിടെ കുവൈറ്റില് മാഷ അല്ലാതെ വേറെ ഏതെങ്കിലും റഷ്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കോമന്റ്, ഞങ്ങൾ അതും എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ഈ കുട്ടി വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു വ്ളോഗ്സ്. ഗുഡ് നൈറ്റ്.